കൈക്കൊണ്ടില്ല. ആകയാൽ അവൻ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് സകല ജാതികളെ ശിഷ്യരാക്കുന്ന. നിങ്ങൾക്ക് ആ ഭാവം മനസ്സിലായോ? സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ വ്യത്യാസം മനസ്സിലായോ? പല വ്യത്യാസങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചത്. ക്രിസ്തുവിന് എല്ലാവരെയും അപ്രോച്ച് ചെയ്യാം. ക്രിസ്തു യഹൂദൻ അല്ല, ക്രിസ്തു ലോകം സംബന്ധിച്ച് മരിച്ചവനാണ്, യഹൂദത്തെ സംബന്ധിച്ച് മരിച്ചവനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചവനാണ്. അവൻ ആരെ അപ്രോച്ച് ചെയ്യാം? യേശു അവനായിരുന്നു. യേശു കേവലം യഹൂദനെ പോലെ നിന്ന് ശുശ്രൂഷിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. പണ്ട് ശമരിയെ പോകരുത് ഞങ്ങളോട് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ശമരിയക്കാര് അതുവഴി കടന്നു പോകുവാൻ യേശുവിനെ സമ്മതിക്കാതിരുന്നപ്പോൾ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാനും വിശ്വാസത്തിന്റെ അപ്പോസ്തലനായ യാക്കോബും ഒന്നിച്ചു ചേർന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നമുക്ക് തീ ഇറക്കി ഇവരെ കൊന്നുകളയാം. ശമരിയക്കാരെന്ന് പറഞ്ഞാല് അത് രാജാക്കന്മാരുടെ കാലത്ത് ഒരു കൂട്ടം വിഗ്രഹാരാധികളായി ജാതികളോട് ഇടകലർന്നവരാണ്. അവർ പകുതി യഹൂദരും പകുതി ജാതികളുമാണ്. ഷേമർ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ഭരണസ്ഥലത്ത് ഉൾപ്പെട്ടവരാണ് ഇവർ. അതുകൊണ്ടാണ് ഇവരെ ശമര്യരെന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവർ പകുതി യഹൂദന്മാർ. പകുതി യഹൂദന്മാരായതുകൊണ്ടും അവരാദരിച്ചിരുന്നത് യഹൂദ ആചാരങ്ങളാണ് പലതും. പക്ഷെ ജാതികളുമായിട്ട് ഇടകലർന്നവരാണ്. യഹൂദന് ശമര്യയുടെ വഴി നടക്കുന്നത് പോലെ നിഷിദ്ധമാണ്. എന്നാൽ അവർ യഹൂദനുടെ ന്യായപ്രമാണങ്ങളെ ആദരിപ്പാൻ ആഗ്രഹിച്ചിരുന്നവരും അവരുടെ പിതാക്കന്മാർ യഹൂദന്മാരുടെ പിതാക്കന്മാരാണെന്ന് സങ്കല്പിച്ചിരുന്നവരുമാണ്. സ്തോത്രം. അവരാ ശമരിയ മലയിലാണ് അവർ ആരാധനയ്ക്കായി പോയിരുന്നത്. യഹൂദൻ ഇപ്പുറത്ത് യെരൂശലേമില്ല, ഇവരോ ശമരിയില്ല. എന്നാൽ യേശു ദൂത് കൊടുക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, യെരൂശലേമിലും പോണം, ശമരിയിലും പോണം, യഹൂദിയിലും പോണം. സ്തോത്രം. ആമേൻ. കാരണം യഹൂദൻ രണ്ട് പിരിവായിരുന്നു. ആരെയും കർത്താവ് വിട്ടില്ല. ഗോത്രങ്ങളുടെ തിരിവുകൾ വെച്ച് അവർ രണ്ടിടങ്ങളിലും പോകാൻ കർത്താവ് പറയുന്നു. ശമരിയിലേക്ക് പോകാൻ പറയുന്നു. പിന്നെ ഭൂമിയുടെ യഹൂദനായവനെ, അർദ്ധ യഹൂദനായവനെ, പിന്നെ ജാതികൾ. അന്നത്തെ കാലത്ത് സ്തോത്രം രണ്ട് ഈ ഗോത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 12 ഗോത്രങ്ങൾ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. സ്തോത്രം. ആമേൻ. ഇസ്രയേലും യഹൂദി രണ്ടായിട്ട് അവര് വിഭാഗിക്കപ്പെട്ടു. അതിനോടുള്ള ബന്ധത്തിൽ കൂടെയാണ് കർത്താവ് വിഭാഗം ഓർപ്പിക്കുന്നത്. പിന്നത്തെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പം ഈ അപ്പോസ്തല പ്രവൃത്തി 15 വരുമ്പോൾ ഉണ്ടായ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആരംഭത്തിൽ അപ്പോസ്തലന്മാരെല്ലാം യെരൂശലേമിനകത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവർക്ക് പുറത്തോട്ട് പോകണമെന്നുള്ള വെളിപ്പാടില്ലായിരുന്നു. സ്തോത്രം. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, ഈ പുരോഹിതന്മാരൊക്കെ ഇവരെ വഴക്ക് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ യെരൂശലേമിനെ ഈ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. യെരൂശലേം മൊത്തം ഉപദേശം കൊണ്ട് നിറഞ്ഞു. 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുമോ? 6-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 6-7 വായിച്ച്. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. കേട്ടോ, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ഇനി നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഈ സ്തോത്രം 5-ാം അധ്യായത്തിന്റെ 16 വായിച്ച്. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും യെരൂശലേമിന് ചുറ്റുമുള്ളവരും എങ്ങോട്ടാ വരുന്നേ? യെരൂശലേമിലേക്കാണ്. യേശു പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ യെരൂശലേം കഴിഞ്ഞ് എങ്ങോട്ട് പോകണം? പുറത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകണം. ഇപ്പൊ സംഗതി അങ്ങനെയല്ല. ഇവരെല്ലാം കൂടെ എവിടെ കൂടുക? യെരൂശലേമിൽ കൂടുകയാണ്. യെരൂശലേമിൽ കൂടിയിട്ട് സ്തോത്രം എല്ലാവരും ഒരിടത്തു കൂടി സഭ വളരുക എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വായിക്കുന്നു. 8-ാം അധ്യായം 1-ാം വാക്യം: സ്തെഫാനോസിനെ
കൊല ചെയ്ത് അതിനുശേഷം യെരൂശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. കണ്ടോ, സഭയുടെ പേര് പോലെ എന്തായി? യെരൂശലേമിലെ സഭ. സ്തോത്രം. ദൈവത്തിന്റെ നിയോഗമോ സകല ജാതികളെയും. അപ്പൊ അന്ന് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ സാധിക്കത്തില്ല. ഈ ഉപദ്രവം നേരിട്ട് തന്നെ ഒരു ദൈവിക പദ്ധതിയാണ്. സ്തോത്രം. എന്തിന്? അപ്പസ്തലന്മാരെ ചിതറിക്കണം. എങ്ങോട്ട്? സകല ഇടങ്ങളിൽ. പക്ഷെ സംഭവിച്ചത് എന്താ? വായിച്ച് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. കേട്ടോ, ഇപ്പൊ ശമര്യയിലും യഹൂദ്യയിലും പോകണമെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞിട്ട് ഇവിടെ ആരൊക്കെയാ ചിതറിപ്പോയത്? അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവര് യഹൂദ്യ ശമര്യ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. എന്നിട്ട് അപ്പോസ്തലന്മാർ എവിടെ ഇരുന്നു? യെരൂശലേമിൽ. അപ്പം അവരോട് പറഞ്ഞിരിക്കുന്ന ആ വലിയ വാഗ്ദത്തം അവർ പ്രാപിക്കുന്നില്ല. സഭയെ ചിതറിച്ച് തന്നെ അപ്പോസ്തലന്മാർ ചിതറാണ്. അപ്പോസ്തലന്മാർ അവര് മറ്റെല്ലാവരും ഓടിപ്പോയിട്ടും അവരവിടെ തന്നെ നിന്നു. കണ്ടോ, പരിശുദ്ധാത്മ ഇവിടെ എഴുതുന്നത് വെറുതെ നിങ്ങൾ വായിച്ചു വിടരുത്. ഈ ഓരോ ഭാഗവും വളരെ രസകരമാണ്. ഈ ബൈബിള് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചാൽ ചില ഭാഗങ്ങൾ നമുക്ക് ചിരി വരും. അവർ ചെയ്ത ഓരോ കാര്യങ്ങൾ. ഇനിയും എന്താ, ഈ 12 അപ്പോസ്തലന്മാരോടാണ് കർത്താവ് പറഞ്ഞത് യഹൂദ്യ ശമര്യ ഭൂമിയുടെ അറ്റത്തോളം. കാരണം അവർക്ക് സ്പെഷ്യൽ നിയോഗമുണ്ട്. പക്ഷെ 9-ാം വാക്യം വായിച്ച് 8:9. എന്നാൽ ശിമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. കേട്ടോണേ, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കുക. 5-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് വായിക്കാം. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട്. ആരാണ് ശമര്യ പട്ടണത്തിൽ ചെന്നത്? ഫിലിപ്പോസ്. ഫിലിപ്പോസ് ആരാ? അപ്പോസ്തലന്മാർ മേശമേൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ലാത്തത് കൊണ്ട് അവർ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും തന്നെ മുറ്റിരിക്കാൻ പോകുന്നത് കൊണ്ട് മേശമേൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭക്ഷണ വിതരണത്തിനായിട്ട് തെരഞ്ഞെടുത്ത ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരിൽ ഒരാളാണ്. അപ്പൊ അന്ന് ഈ സഭയിൽ കഞ്ഞി വിളമ്പണേലും ആത്മാവും ജ്ഞാനവും നിറഞ്ഞവും വേണമായിരുന്നു. അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരിൽ ഒരാളായ ഫിലിപ്പോസിനാണ് ഇപ്പൊ ശമര്യ ചില നിയോഗം ഉണ്ടായത്. സത്യത്തിൽ ആർക്ക് കൊടുത്ത നിയോഗമാണ്? അപ്പോസ്തലന്മാർക്ക്. സ്വർഗരാജ്യത്തിന്റെ താക്കോല് അവരുടെ കരുത്തിലാണ് കൊടുത്തത്. സ്തോത്രം. പക്ഷെ ഇപ്പം പോയി തുറന്ന ആരാ? ഫിലിപ്പോസാ. 5-ാം വാക്യം വായിച്ച്. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കേട്ടോ, ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. 12-ാം വാക്യം കൂടെ. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെയും വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്തു? സ്നാനമില്ല. അപ്പൊ സ്നാനപ്പെടുത്തിയതും ആരാ? ഇനി 14-ാമത്തെ വാക്യം കൂടെ വായിച്ചു. യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടെന്ന് കേട്ടു. കേട്ടോ, പത്രോസിനെയും യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ. ഇപ്പോഴും അപ്പോസ്തലന്മാർ എവിടാ? യെരൂശലേമില്ല. ശമര്യർ ദൈവവചനം കേട്ടുവെന്ന് അറിഞ്ഞിട്ട് ആരെ അയച്ചു? പത്രോസിനെ യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ കൈവച്ച്. കണ്ടോ, ഈ നിങ്ങളിത് കാണണം. പുസ്തകപ്പെടുത്തി പറഞ്ഞേക്കുന്നത് ഇത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അപ്പോസ്തലന്മാരെ കൈവെപ്പിനാലാ ജാതികൾക്ക് ലഭിച്ചത്. അപ്പോസ്തലന്മാരെ കൈവെപ്പിനാലാ ലഭിച്ചത് ജാതികളുടെ. സ്തോത്രം. അപ്പോസ്തലന്മാർ കൈവച്ചു, അവര് പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്നിട്ട് 25-ാം വാക്യം അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേകം ഗ്രാമങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങി. എങ്ങോട്ട് തന്നെ പോയി. കണ്ടോ, അവര് ശമര്യക്കാരുടെ വിവിധ ഗ്രാമങ്ങളെ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് തന്നെ. ഇപ്പോഴും അപ്പോസ്തലന്മാർ എവിടെ ഉണ്ട്? എന്നിട്ടാണ് പറയുന്നത് അനന്തരം കർത്താവിന്റെ ദൂതൻ. ഈ അനന്തരം എന്ന് പറഞ്ഞാൽ എന്താ?
ഇവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയതിന് ശേഷം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എങ്ങോട്ട് പോകണം? തെക്കോട്ട് യെരൂശലേമിൽ നിന്നുള്ള ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക. യെരൂശലേമിൽ നിന്ന് തെക്കോട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം. തെക്കോട്ട് ഗസയ്ക്കുള്ള വഴിയെ നീ പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. എന്താ ഗസയ്ക്കുള്ള വഴിയെന്ന് പറഞ്ഞിരിക്കുന്നത്? നിർജ്ജനമായ വഴിയിലേക്ക് പോകാൻ. കാരണം ഈ അപ്പസ്തലന്മാർ എവിടെ പോയിരിക്കുന്നത്? യെരൂശലേം. അവിടെ ഒത്തിരി ആളും കൂട്ടമൊക്കെ ഉണ്ട്. അവരത് വിട്ട് പോകുന്നില്ല. സ്തോത്രം. ഇവിടെ അതുകൊണ്ട് കർത്താവ് പറയും, നീ ഗസയ്ക്ക്, അത് യെരൂശലേമിനെതിരെയുള്ള ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിക്ക് നീ പോകും. അബ്രഹാമിന്റെ സന്തതിയായി വരുന്നത് ഇതാരാ? കറുത്ത യഹൂദൻ. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? കറുത്ത യഹൂദൻ. അവനെ സുവിശേഷം പറഞ്ഞ് വിടുവിക്കാൻ ആർക്കാ കഴിഞ്ഞത്? ഫിലിപ്പോസിന്. ശമരിയെ ചെല്ലാൻ കഴിഞ്ഞ ആർക്കാ? ഫിലിപ്പോസിന്. പ്രൈസ് ഗോഡ്. അപ്പം സ്തോത്രം. ഇങ്ങനെ എന്നിട്ട് 8-ാം അധ്യായം വരെയും കാത്തിരിക്കുക കർത്താവ്. 9-ാം അധ്യായത്തിൽ വെച്ച് ഒരു ശൗലിനെ ദൈവം പിടിച്ചു. എവിടെ നിന്ന്? അപ്പസ്തലന്മാരുമായിട്ടൊരു ബന്ധവും ഇല്ല. എന്തിനാ ശൗലിനെ പിടിച്ചത്? ശൗലിന്റെ ആവശ്യകത എന്താ? അത് ദൈവത്തിന്റെ ഹിതമാണ്. പക്ഷേ മുഖ്യമായും എന്താണെന്ന് അറിയാമോ? കാരണം ഈ യഹൂദന്മാരോടല്ലാതെ സുവിശേഷം അറിയിക്കുവാൻ, അഥവാ സുവിശേഷം അറിയിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നവർ യഹൂദ ആചാരപ്രകാരം നിൽക്കാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ കൂടെ നടന്ന അല്ലാതെ ഒരുത്തന് ആവശ്യമാണ്. അതിന് എടുത്തതാണ് ആരെ? പൗലോസ്. അപ്പസ്തലനാകാൻ യോഗ്യത വേണം. അപ്പസ്തലനാകാൻ യോഗ്യത വേണ്ടേ? ഉണ്ട്. എന്താ അപ്പസ്തലനാകാനുള്ള യോഗ്യത? അപ്പസ്തലപ്പെടുത്തി 1-ാം അധ്യായം 22-ാം വാക്യം വായിച്ചു. 21, 22. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ടു ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു വന്ന കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാള് വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തനെ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. മാത്രമല്ല, സ്തോത്രം, ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിൽ സാക്ഷിയായി അങ്ങനെയുള്ള ഒരുത്തന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അപ്പസ്തലനാകാൻ കഴിയത്തുള്ളൂ. അപ്പൊ യൂദയ്ക്ക് പകരം, യൂദ ഇസ്കറിയോത്തിന് പകരം മറ്റൊരാളെ ചേർക്കണം. മറ്റൊരാളെ ചേർക്കണമെന്നുള്ളതിന്റെ നിബന്ധനയാണ്. യോഹന്നാന്റെ സ്നാപനം മുതൽ കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതുവരെ ഉള്ള സകല കാര്യത്തിലും അല്ലെ സകല നാളുകളിലും ഞങ്ങളോടുകൂടി നടന്ന് അവന്റെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ സ്നാനം, ശുശ്രൂഷ, പുനരുത്ഥാനം, ഈ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞ് കൂടെ നടന്ന് കണ്ട ഒരുവനായിരിക്കണം അപ്പസ്തലൻ എന്ന് നിബന്ധന വെച്ച അപ്പസ്തലന്മാർക്കിടയിൽ യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കാത്ത, സഭയെ മുടിച്ച, യെരൂശലേമിലല്ലാത്ത തർസോസിൽ നിന്നുള്ള ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിക്കുക. എന്തുകൊണ്ടാണ്? അപ്പസ്തലന്മാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണെങ്കിലും, ആത്മനിറവുള്ളവരാണെങ്കിലും, അത്ഭുതം അടയാളം കാണിക്കുന്നവരാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഇടുക്കമുണ്ടായിരുന്നതുകൊണ്ട്. എന്താ ഇടുക്കം? യഹൂദത്വം. നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസിന്റെ ദൈവം വിടുവിച്ചെടുക്കും.